ഹലോ ഗൈസ്, എല്ലാവർക്കും ശ്രുതിസ് റിയൽ ലൈഫിലേക്ക് സ്വാഗതം. അപ്പോൾ എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ചോറും കറിയും വെക്കുകയാണ്. ഇന്ന് ചോറിന് കറി മത്തനും മമ്പയറുമാണ്. മത്തനും മമ്പയറാകുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ കറി ഇഷ്ടം കേട്ടോ. അങ്ങനെ ചോറിന് വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ ഇടാൻ പോവാണ്. അതിനിടയ്ക്ക് ഞാൻ ചായക്കും വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് തൈറോയ്ഡ് ഉള്ളതുകൊണ്ട് തൈറോയിഡിൻ്റെ ഗുളിക കുടിക്കുകയാണ്. പിന്നെ ഇന്ന് രാവിലെ കഞ്ഞി മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കൾ. രാവിലെ എണീച്ചാൽ എനിക്കൊരു കട്ടൻ ചായയും ബിസ്ക്കറ്റും കഴിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് പാൽപ്പൊടി വാങ്ങിയപ്പോൾ ഒരു പൂതി പാൽപ്പൊടി ഇട്ട് ചായ കുടിക്കണം. അപ്പോൾ പാൽപ്പൊടി ഇട്ട് ചായയൊക്കെ കുടിച്ച് പിന്നെ കുക്കറിൽ ഞാൻ ഗ്യാസിൽ മമ്പയർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തേങ്ങയൊക്കെ ചിരവി വെച്ചതാണ് ഇതിന് വേണ്ടിയിട്ട്. പിന്നെ മിക്സി എനിക്ക് പണി തന്നതിനെ കൊണ്ട് അടുത്ത വീട്ടിലെ മിക്സി കേട്ടോ വാങ്ങിയത്. ആ മിക്സിയിലാണ് അടിക്കുന്നത്. പിന്നെ മക്കളെ യൂണിഫോമൊക്കെ ഒന്ന് തേച്ച് വെച്ച് പിന്നെ സ്കൂളിലേക്ക് അവർക്ക് നിർബന്ധമാണ് എന്തെങ്കിലും ഒന്ന് പൊരിച്ചത് കൊണ്ടുപോകണമെന്നുള്ളത്. അപ്പോൾ കോഴിമുട്ടയോ അല്ലെങ്കിൽ ഇങ്ങനെ ഉരുളക്കിഴങ്ങാണ് കൊണ്ടുപോകല്. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് പൊരിക്കാൻ വിചാരിച്ച് ഉരുളക്കിഴങ്ങ് ഒന്ന് പൊരിച്ച് കൊടുക്കാം കേട്ടോ. വിസിൽ വന്നതിന് ശേഷം ഞാൻ അതെടുത്ത് ചട്ടിയിലേക്ക് മാറ്റിയതാണ് കേട്ടോ. ഇവിടെ ഞാൻ പിന്നെ ഒരു നുള്ള് ഇതെടുത്തിട്ടുണ്ടായിരുന്നു, ജീരകം തേങ്ങയിലിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ മിക്സി പണി തന്നതുകൊണ്ട് ഞാൻ അടുത്ത വീട്ടിലെ മിക്സിയാണ് കേട്ടോ വാങ്ങിയത്, അരച്ചത്. അങ്ങനെ കറിയൊക്കെ അടുപ്പത്താക്കി നോക്കുമ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ രാവിലെ തന്നെ. ചോറും കറിയൊക്കെ ഞാൻ മേശപ്പുറത്തെല്ലാം എടുത്ത് വെച്ചതാട്ടോ എനിക്ക് പോകാനുള്ളത് കൊണ്ട്. പിന്നെ ക്യാരറ്റിൻ്റെ ഉപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ ഷോപ്പിങ്ങിന് പോകട്ടെ ചേച്ചീൻ്റെ കൂടെ. പിന്നെ ഒന്ന് വീട്ടിൽ പോകണം. മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് വരാൻ നോക്കണം. അപ്പം തന്നെ സമയം 12 മണി. ബസ് കയറിയപ്പോൾ നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല പണ്ടത്തെ പാട്ടൊക്കെയായിരുന്നു. ഞാൻ പോകുന്നത് ഇപ്പം കൊയിലാണ്ടിയിലേക്കാണ്. അങ്ങനെ ഞാൻ കൊയിലാണ്ടി എത്തി സ്റ്റാൻഡിലെത്തിയത് കേട്ടോ. ഇതാണ് ഗേൾസ് എൻ്റെ സ്വന്തം നാടായ കൊയിലാണ്ടി. പിന്നെ ഞാൻ ഏച്ചീനെ വിളിച്ച് നോക്കുമ്പോൾ അവൾ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ പോസ്റ്റ് അടിച്ചിരുന്നു ഫാൻസീൻ്റെ മുന്നിൽ അവരെയും കാത്ത്. അപ്പോൾ ഒരു ലോട്ടറി വിൽക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ കയ്യിൽ നിന്ന് ഞാനൊരു ലോട്ടറി ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടുന്ന് കുറച്ച് കഴിഞ്ഞാൽ അവർ വന്ന് അപ്പോൾ ഞങ്ങളൊരു ചായപ്പീടിയെ കയറി. അവർ 2 വടയും വാങ്ങി 2 പേരും. ഞാനൊരു കായപ്പവും ചായയും കേട്ടോ വാങ്ങിയത്. നല്ല വിശപ്പുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഞങ്ങൾ ഷോപ്പിങ്ങിലേക്ക് പോവുകയാണ്. പിന്നെ അവൾക്കെന്തോ ഒരു സ്പ്രേ ഒക്കെ വേണമെന്നുണ്ട്. ഞങ്ങൾ ഫാൻസിയിലേക്ക് പോവുകയാണ്. അപ്പോൾ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വലിയ മഴയില്ലെങ്കിലും ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ഫാൻസിയിൽ പോയി. ഫാൻസി ഇത് റോൾഡ് ഗോൾഡിൻ്റെ ഷോപ്പും ഫാൻസിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ അവിടെ എന്താക്ക് സ്പ്രേ എന്തോ നോക്കാണ്ട് കണ്ട് നോക്കിയാണ്. കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അവളങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഓരോ സ്പ്രേ എടുത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട്. കൊയിലാണ്ടി ഗീത വെഡ്ഡിങ്സിലാണ്. അവിടെ ഓഫർ കണ്ട് പറഞ്ഞ് കേട്ടിട്ട് വന്നതാണ്. നോക്കുമ്പോൾ വലിയ ഡ്രസ്സിനൊക്കെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ സാധനങ്ങളൊക്കെ തീർന്നു പോയിട്ടുണ്ട് കേട്ടോ. കുറേ ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളത് തീർന്നു പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നോക്കുകയാണ്, ഡ്രസ്സൊക്കെ നോക്കുകയാണ്. ഷർട്ടിന് 75%, കുട്ടികളുടെ ഷർട്ടിന് 50% ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ സാരി സെക്ഷനിലാണ് കേട്ടോ കയറിയത്. അപ്പോൾ ഡിസ്കൗണ്ട് സാരിയിൽ കുറേ സാരികളൊക്കെ പോയി അവിടെയുള്ള ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ അട്ടിക്കിട്ട സാരിയിലൊക്കെ ഡിസ്കൗണ്ട് സാരി ഉണ്ട്, അല്ലാത്ത സാരികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഫ്ലോർ കൂടി ഇങ്ങനെ നടന്നെല്ലാം കാണുകയാണ്. അപ്പോൾ ഞാൻ മോക്ക് 2-3 ഡ്രസ്സ് വാങ്ങി. പിന്നെ ഷോർട്ടിനൊരു ഷർട്ടൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏച്ചിയൊരു
സാരി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സാരി കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ബ്ലൂ സാരിയും റെഡ് സാരിയൊക്കെയാണ്. അപ്പോൾ ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിന് 1000 സംതിങ് വരുന്നതുകൊണ്ട് ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ അച്ഛനും അമ്മയാണ് ഇത്. ഞങ്ങൾ അവിടുന്ന് വീട്ടിൽ നിന്ന് ചോറൊക്കെ തിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇത് അമ്മമ്മയാണ്. ഇതാണ് കൊല്ലം ശ്രീ പിഷാരികാവിൻ്റെ ക്ഷേത്രത്തിൻ്റെ കുളമാണ്. അപ്പോൾ ഞങ്ങൾ മക്കൾ വരുമ്പോഴത്തേക്ക് ഇറങ്ങേണ്ടതിനെ കൊണ്ട് വേഗം ഇറങ്ങിയതാണ്. അപ്പോൾ അച്ഛൻ ഏച്ചിനെ വിളിച്ചപ്പോൾ അങ്ങോട്ട് പോയതാട്ടോ. അതാണ് കൊല്ലം പിഷാരികാവ് ക്ഷേത്രം കേട്ടോ. പിന്നെ അങ്ങോട്ടേക്ക് എടുക്കുന്നതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ. ഞങ്ങൾ നടന്ന് വരികയാണ് അമ്പലത്തിൻ്റെ ഇതിൽ. അപ്പോൾ ഇതാണ് അർജുനീൻ്റെ ഒരു പോസ്റ്റ് ഉണ്ട് കേട്ടോ, വലിയൊരു പോസ്റ്റ് ഉണ്ട് അവിടെ. ഇതാണ് അമ്പലം. നമുക്ക് ഇവിടെ ഒരു ആനേൻ്റെ ഒരു പ്രതിമ ഉണ്ട് കേട്ടോ. കണ്ടാൽ വിചാരിക്കും ശരിക്കും ആനയാണെന്ന്. ഞാൻ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ ഇഷ്ടമായാലും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസ് ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ, സി യു.